ഹായ് കൂട്ടുകാരെ, C3 വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടവും ടോപ്പും കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോ ആണ് ചെയ്യണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അന്ന് അജ്രക്കിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ ബോട്ടം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇപ്പം തന്നെ പോയിട്ട് നമ്മുടെ ആ ഒരു ലേറ്റസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കണ കട്ടിങ് വീഡിയോ എടുത്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ അളവ് ബോട്ടമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തേക്കുന്നത്. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ഒരു ലൂസ് ഫിറ്റ് പോലത്തെ പാൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വീതിയിൽ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിനെ ഒന്ന് രണ്ടായിട്ട് എടുക്കണം. നമ്മളിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പാർട്ട് എടുത്തിട്ട് കറക്റ്റ് ഇതേ ഷേപ്പിൽ അടിച്ചു പോവുക. ആദ്യം തന്നെ നമ്മൾ ഇതിനെ മറച്ചിട്ടു കേട്ടോ. നല്ല ഭാഗം, അതായത് ചീത്തവശം പുറത്തേക്ക് ആക്കിയിട്ടിട്ടു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ബോട്ടത്തിൻ്റെ അടിഭാഗം ആദ്യം തന്നെ മടക്കി ഒന്ന് അടിക്കാം. ഫസ്റ്റത്തെ അടി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി അടിക്കാം. അതിനുശേഷം സിമ്പിളാണ്. ഇവിടം വരെ, അതായത് ഈ ഒരു പോർഷൻ്റെ ഇവിടം വരെയായിട്ട് കുത്തി നിർത്തിയിട്ട് ഇവിടേക്ക് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു അടിയിൽ പടി അടിച്ചു കൊടുക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ അടിഭാഗം മടക്കിയടിക്കില്ലേ, അതുപോലെ ഒരു പ്രാവശ്യം മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടം വരെ നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഇവിടം വരെ അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റിച്ചിങ് പറയുന്നത്. ഫസ്റ്റ് ബാൻഡിൻ്റെ കേട്ടോ, ഒരു സൈഡ് ബാൻഡ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പടിയായിട്ട് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് തേര് പോർഷനാണ്. നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗത്തുള്ള സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ചീത്ത വശം എടുക്കണം കണ്ടോ. എന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ അടിഭാഗം വരെ അടിക്കാം. ഈ പാൻറ്റ് നമ്മളിത് ഇങ്ങനെ തന്നെ ഒന്നും കൂടി ഇട്ടുട്ടാ. എന്നിട്ട് നോക്കി ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗം വരെ തയ്പ്പ് നിർത്തണം കണ്ടോ. എന്നിട്ട് ഈ ഒരു താഴ്ഭാഗം വരെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇവിടം വരെ നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇത് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ചിൽ വേണം അടിക്കാനായിട്ട്. അതായത് അവസാനം അടിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ തന്നെ 2 സ്റ്റിച്ചിൽ അങ്ങോട്ട് അടിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മെഷീനിൽ കൊണ്ടുപോയി അടിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മെഷീനുമ വെച്ച് കൊടുത്തു. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇന്ന് പാർട്ട് 2 ബോട്ടം സ്റ്റിച്ചിങ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. എനിക്കറിയില്ല ടൈം കിട്ടുമോ എന്നുള്ളത്. പിന്നെ കുറേയും ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പാർട്ട് 3 വീഡിയോ വരെ ആയിട്ടായിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റണത്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും, നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുത്തത് താഴെ എത്താറായിട്ടോ. നേരേക്ക് പിടിച്ച് അടിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ടോ, കറക്റ്റായിട്ട് കാണാൻ പറ്റണുണ്ടോ, കണ്ടോ, ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൂടി ചെയ്യാണ് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് അടിക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മളിത് 2 ടൈംസ് കണ്ടോ 2 സ്റ്റിച്ചിങ് അടിച്ച് താഴെ വരെ എത്തിച്ചു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പാൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്കുള്ള പാൻറ്റ് എടുക്കുകയാണ്. ഇതൊരു പാൻറ്റിൻ്റെ അളവാണ്. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്തത് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റേഷൻ, അതായത് ഇതിൻ്റെ അടിഭാഗം ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക. എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് കുത്തി നിർത്തി അടിക്കുക. ഇതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ചിങ്ങിൽ അടിക്കാം. അങ്ങനെ നമ്മൾ 2 എണ്ണം നമ്മൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ അടിച്ചു കൂട്ടാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇതിനെ അകമ്പുറം തിരിച്ചെടുക്കണം. അതായത് നമ്മൾ അടിച്ച ഈ ഭാഗത്തിന് അകമ്പുറം തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൂട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ അകമ്പുറം തിരിച്ചെടുത്തു കേട്ടോ. ഇനി ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ അകമ്പുറം തിരിച്ചെടുത്തു. ഇനി ചെയ്യേണ്ടത്, അതായത് ഇതിന് നമ്മൾ കുത്തി നിർത്തിയാണ് ഭാഗമില്ലേ, ഇത്രയും ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടിനും ഇങ്ങനെ നിവർത്തിയിടണം. അതിനുശേഷം ഈ 2 ഭാഗവും, അതായത് ബാക്കിൽ ഈ 2 ഭാഗവും കൂട്ടിയടിക്കുക, ഈ ഫ്രണ്ടിൽ ഈ 2 ഭാഗവും കൂട്ടിയടിക്കുക. അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ എടുക്കണം. നല്ല വശവും
രണ്ട് ചീത്തവശം തമ്മിൽ ഇതുപോലെ അടിച്ച് കറക്റ്റായിട്ടൊരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ രണ്ട് വശം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളിതേ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തു എൻഡിങ്ങിൽ നമ്മൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യണതാണ്, ഞാനത് രണ്ടാമത് അടിക്കുമ്പോൾ വീണ്ടും ലോക്കിട്ട് അടിക്കും. ആദ്യമേ നമ്മൾ ലോക്കിട്ട് അടിക്കണേ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫുള്ളായിട്ട്. അപ്പോൾ ദേ നമ്മൾ രണ്ട് ഭാഗവും ഞാൻ പറഞ്ഞ പോലെ കൂട്ടി അടിച്ചതിന് ശേഷം ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടാ ശരിക്കും നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി വളരെ സിമ്പിളാണ്. ഇനി ആകെ ഒരു ഭാഗം കൂടി ഉള്ളൂ. ഇതിനെ അങ്ങോട്ട് മടക്കി അടിക്കുക. ഇതിനെ മടക്കി അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അലാസ്റ്റിക് ഇടണം. അത്രയേ ഉള്ളൂ പണി. അലാസ്റ്റിക്കോ വള്ളിയോ അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ അതിൽ തന്നെ ദേ ഇവിടെ മടക്കി അടിക്കുക. ഇവിടെ ദേ ഒരു അലാസ്റ്റിക് കയറാൻ മതി. ഇത് ഇങ്ങനെ അടിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണം. ദേ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കണത്. അതിന് നമ്മൾ ദേ ഇതുപോലെ അങ്ങനെ മടക്കി അടിച്ചിട്ട് ഈ ഭാഗത്ത് മാത്രം നമുക്ക് അലാസ്റ്റിക് കയറ്റാനൊരു ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അവസാനം അത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്ന് വെച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് കയറ്റണത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തത് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൗണ്ടായിരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ. അതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അലാസ്റ്റിക് കയറ്റാം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തു. അതായത് ഇതും കൂടി ഉള്ളിലോട്ട് ആക്കിയിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി തന്നെ അടിച്ച് പോവാം. എവിടെയെങ്കിലും ചെറിയൊരു ഹോൾ കൊടുക്കുക, അലാസ്റ്റിക് കയറ്റാൻ മാതിരി. അപ്പോൾ നമ്മൾ അടിക്കുകയാണ്, സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് നേരെയായിട്ട് അടിക്കുക. നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ അടിച്ച് പോവാം. അപ്പോൾ ഇതിൻ്റെ പടി ഇതുപോലെ ഇതിങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് അടിച്ചു കൂട്ടാം. പക്ഷേ വേറൊരു കാര്യം, ഒരു പണി പാളി. കാരണം എനിക്ക് അലാസ്റ്റിക് ഇടണതിനോട് താല്പര്യമില്ല. കാരണം കുറച്ച് കളയുമ്പോൾ അത് വലിഞ്ഞു വരും. കാര്യം നമുക്ക് തയ്ക്കാൻ അതാണ് സുഖം എന്നുണ്ടെങ്കിലും വള്ളി തന്നെയാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ അടിച്ച് പോകുന്നില്ലേ, അതിൻ്റെ ഒരു 2 സ്റ്റിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് നമുക്ക് വള്ളി കൊടുക്കാം. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഈ ഭാഗത്തെ സെൻറ്റർ നോക്കിയിട്ട് ഈ ഭാഗത്തെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ചെറുതാക്കി മടക്കി വെക്കാം. അത് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മാത്രം ഇടാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ തയ്ക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വള്ളിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ മടക്കി അടിച്ചതിന് ശേഷം വേണം കേട്ടോ ബാക്കി ചുറ്റും അടിക്കാൻ. പിന്നെ പടി വെച്ച് ചെയ്യണവരുണ്ട്. പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ഇങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിൽ കൂടെ നമുക്ക് വള്ളി കയറ്റി കൊടുക്കാം. നമുക്ക് വള്ളി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് വള്ളി അടിക്കാം. പിന്നെ ചിലവർ എളുപ്പപ്പണി, ഇപ്പോൾ ഞാനൊക്കെ എളുപ്പപ്പണിയാണ് ചെയ്യാറ്. കാരണം ഇതിൻ്റെ വള്ളിയൊക്കെ എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെറുതെ നമ്മൾ പിന്നിൽ തിരികെ ഇങ്ങോട്ട് കയറ്റിയാൽ മതി. ഇപ്പോൾ പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. വള്ളി അടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വള്ളി എങ്ങനെ കയറ്റണമെന്ന് നോക്കാം. വള്ളി തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ ബാലൻസ് വന്ന തുണി ഇത്രയും വീതിയിൽ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാനിത് അടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്തായാലും കാണിക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഞാനെല്ലാം എളുപ്പപ്പണിയാണ് ചെയ്യാറ്. വേഗം തീർക്കാനുള്ള പരിപാടി ഞാൻ നോക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ വള്ളീനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോട്ടെ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒറ്റ വരെ. ാണിട്ട് നമ്മൾ അളവിനെടുത്ത പാൻറ്റ്. ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇവർ ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവർ ജസ്റ്റ് വെറുതെ ഇതൊന്ന് വിടിയിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു പ്ലേഡും കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞിട്ട് ഈ ഒരു വള്ളി കയറ്റാവുന്നതാണ്. ഇതാണ് നമ്മൾ അളവിനെടുത്ത പാൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പിന്ന് വെച്ചിട്ട് കയറ്റാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ വള്ളിയുടെ തുമ്പത്തായിട്ട് ഇതുപോലൊരു പിന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഹോളിൽ കൂടെ ഞാനിവിടെ ഒരു ഹോൾ ഉണ്ടാക്കി. ഇനി ഈ ഹോളിൽ കൂടെ ഇതിങ്ങനെ കയറ്റിയാണ് നമ്മൾ കൊണ്ടുപോകണത്. ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വലിക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, കണ്ട ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് കയറ്റിയിടണം. വള്ളി ഇതുപോലെയാണ് കേട്ടോ കയറ്റണത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ കയറ്റി ഇപ്പുറത്തേക്കൂടെ വള്ളി വന്ന് നോക്കി നമ്മുടെ വള്ളി ഇവിടെ സെറ്റായിട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്.
കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയണോ, നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാം. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലാട്ടോ, ഞാൻ ഒന്നും പുറത്തു കൊടുത്ത് തയ്പ്പിക്കാറില്ല. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബോട്ടം ഇവിടെ സെറ്റായേക്കാണ്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിഡിലൻ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. ഞാനിതെല്ലാം തന്നെ അടിച്ചേക്കുന്നത് ഡബിൾ സ്റ്റിച്ചിങ്ങിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് അടിക്കുന്നതാണ്. അപ്പോൾ ടോപ്പും കൂടി അടിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടി ഇട്ടിട്ടുള്ള ഒരു ലുക്കും നിങ്ങളെ കാണിച്ചു തന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.